ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കിച്ചണിൽ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. സൂപ്പ് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ പൂക്കുല സൂപ്പ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്ന് മോർണിംഗിൽ 10 മണിക്ക് നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് തെങ്ങിൻ പൂക്കുല ചെറുതായിട്ട് അതിൻ്റെ തൂമ്പ് ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളത്തിൽ അതൊന്ന് തിളപ്പിക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. 1.5 കപ്പ് വെള്ളം ഉണ്ട് കേട്ടോ. ഇത് 1.5 കപ്പ് വെള്ളത്തിൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും തെങ്ങിൻ പൂക്കുല കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റിയാണ്. കാരണം പൂക്കുലയുടെ ലേഹ്യം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വെജിറ്റബിൾസും ഈ തെങ്ങിൻ പൂക്കുലയും ചെറുതായി അരിഞ്ഞ് നമ്മൾ അതിൻ്റെ എല്ലാ സത്തും ഉൾക്കൊണ്ടുകൊണ്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം നമ്മൾ പൂക്കുലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവൊക്കെ നമ്മളുടെ കുരുമുളക് പൊടിയും അതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് എരിവൊക്കെ വളരെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, എങ്കിലേ നമുക്കത് കുടിക്കാൻ പറ്റുള്ളൂ. ഒരു പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം ചെറുതായി ചോപ്പ് ചെയ്ത കാരണം നമുക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇനി സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ടൊമാറ്റോ സോസും സോയാ സോസും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. ഒരല്പം, ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഏറാതെ നോക്കണം. സോയാ സോസിലൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് പഞ്ചസാരയുടെ ഷുഗർ കണ്ടൻറ്റ് എല്ലാം ടൊമാറ്റോ സോസിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുരം കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം സത്ത് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കട്ടകളും ഒന്ന് ഉടച്ചതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സൂപ്പിന് ഒരു തിക്നെസ് കിട്ടും. ഇല്ലെങ്കിൽ വെറും പച്ചവെള്ളം പോലെ ആയിരിക്കും കാണുക. അപ്പോൾ സൂപ്പ് ഒന്ന് ടേസ്റ്റി ആവാനും അതുപോലെ ഒരു തിക്നെസ് കിട്ടുവാനും വേണ്ടി നമ്മളെപ്പോഴും കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ സൂപ്പ് ഓവറോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു തിക്നെസ് വന്നു. ഇനിയിപ്പോൾ ഈ കോൺഫ്ലോറൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ചൂടായി വരുമ്പോൾ നമ്മളുടെ സൂപ്പിന് ഒരു തിക്നെസ് കിട്ടുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ തെങ്ങിൻ പൂക്കുല സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂക്കുല ലേഹ്യമൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വളരെ സ്പൈസി ആയിട്ടൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ തെങ്ങിൻ പൂക്കുലയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി നമുക്ക് നമ്മളെ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീയെല്ലാം ഓഫാക്കി ഇനി നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ സെലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ പൂക്കുലയും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ തെങ്ങിൻ പൂക്കുല ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന്